ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് 83rd റിവ്യൂ ആയിട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ റോസ്റ്റ് ചെയ്തിരുന്നത് നവീനെ ആയിരുന്നു. അപ്പോൾ നവീൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കണ്ടതാണ്. അനുമോളായിട്ടുള്ള ഇഷ്യൂ ആണെങ്കിലും ഷാനവാസ് ആയിട്ടുള്ള ഇഷ്യൂ ആണെങ്കിലും പിന്നെ ക്യാപ്റ്റനായിട്ടും എല്ലാം മൊത്തത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നവീനോട് ചോദിച്ചിരുന്നത് നവീന് എന്താണ് പ്രശ്നം എന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഷാനവാസിൻ്റെ ഇഷ്യൂ വന്നു. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, ആദ്യം ആര്യനും അതേപോലെ പറയുന്നുണ്ട്, ആദ്യം ഷാനവാസ് ഡ്രാമ കളിച്ച പോലെ തോന്നി ഒന്നോ രണ്ടോ മിനിറ്റ്, പിന്നെ അത് കഴിഞ്ഞത് മനസ്സിലായി അയാൾ ശരിക്കും വയ്യാണ്ട് വീണതാണ് എന്ന്. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെയൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ. അപ്പോൾ ഷാനവാസ് മിക്കവാറും ഇന്നത്തെ എപ്പിസോഡിൽ തിരിച്ചു വരും എന്നാണ് തോന്നുന്നത്. കാരണം പ്രമോല് കാണുന്നുണ്ട് ഷാനവാസ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നവീനെ കുറിച്ചിട്ട് പറഞ്ഞത്. പിന്നെ അനുമോളുടെ ബെഡിൽ വെള്ളമൊഴിച്ചത് അതിനെക്കുറിച്ചിട്ടും പറയുന്നുണ്ടായിരുന്നു. അപ്പം അനുമോൾ തിരിച്ച് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ശരിയാണ്, കഴിഞ്ഞ ക്യാപ്റ്റൻസിയിലൊക്കെ ആദ്യം ഉറങ്ങുന്ന ആൾക്കാരുടെ മുഖത്ത് വെള്ളം തെളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് തെളിച്ചത്. പക്ഷേ എന്താ പറയുക, നവീൻ അനുമോൾ പറയുന്നത് നവീൻ വേണം വെച്ച് ചെയ്തതാണ്, ഉറങ്ങിയിരുന്നില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നിട്ട് ട്രിഗർ ചെയ്യാൻ മുഖത്ത് വെള്ളം തെളിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. മുഖത്ത് വെള്ളം തെളിക്കുന്നത് അത്ര വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പല ക്യാപ്റ്റൻസും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അനുമോൾ തിരിച്ചതുപോലെ ചെയ്തപ്പോഴാണ് നവീൻ തിരിച്ച് ബെഡിൽ വെള്ളം വെച്ചത്. ബെഡിൽ വെള്ളം വെച്ചത് തെറ്റായിപ്പോയി, പക്ഷേ മുഖത്ത് വെള്ളത്തിൽ തെളിച്ചത് എനിക്ക് അത്ര തെറ്റായി പോലും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും അതൊക്കെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. പിന്നെ നവീനെ അത്യാവശ്യം എല്ലാ കാര്യത്തിലും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റൻസി ഇവരുടെ 3 പേരുടെ ഈ ക്യാപ്റ്റൻസിനെ കുറിച്ചിട്ട് ആർക്കും നല്ല അഭിപ്രായമല്ല, എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും നല്ലൊരു ഇത്രയും ഇതായിട്ടുള്ള ക്യാപ്റ്റൻ ഈ വീട്ടിനകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഫുഡ് എടുക്കുന്നതിൻ്റെ ഇഷ്യൂ, കാരണം ഇവർ മാത്രം ഫുഡ് ഉണ്ടാക്കി കഴിച്ചു, വേറെ ആർക്കും കൊടുക്കുന്നില്ല, ഇവർ നേരത്തെ ഭക്ഷണം കൊടുത്തില്ല, എല്ലാവരും വയ്യാണ്ടായി. അതിനെക്കുറിച്ചിട്ടൊക്കെ ലാലേട്ടൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടും അത് ശരിയാണ്. എനിക്കൊന്ന് ആദ്യത്തെ 2 ദിവസം മറ്റാണ് മാക്സിമം ഇവർ ഫുഡ് ലേറ്റ് ആക്കിയത്. ബാക്കി എല്ലാ ദിവസവും ഒരു ഫുഡ് എന്താ പറയുക മാക്സിമം കറക്റ്റ് സമയത്ത് കൊടുക്കാൻ ട്രൈ ചെയ്ത പോലെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അപ്പോഴേക്കും ആദ്യത്തെ 1-2 ദിവസം ലേറ്റ് ആയപ്പോൾ ഒബ്വിയസ്ലി ബാക്കി ദിവസങ്ങളിൽ ഇവർ തന്നെ വന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു രീതി പോലെ ആയിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്നലത്തെ എപ്പിസോഡിൽ ഈ പറഞ്ഞ പോലെ 3 പേർക്കും അത്യാവശ്യം നല്ല പണിയെ കിട്ടിയിരുന്നു. അക്ബറിനും ആര്യനും അതേപോലെ നവീനും 3 പേർക്കും നന്നായിട്ട് തന്നെ പണി കിട്ടി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് നമ്മൾ കണ്ടത്. പിന്നെ പറഞ്ഞ പോലെ അനീഷ് എന്താ പറയുക, ഇവരുടെ ടാസ്കിനെ കുറിച്ചിട്ടൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നൂറേനെ കൺഗ്രാറ്റ് ചെയ്യുന്നുണ്ട് ടിക്കറ്റ് ഫിനാലയിൽ കിട്ടിയതിന്. എല്ലാവരോടും ടാസ്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ചോദിക്കുന്നുണ്ട്. ചില ടാസ്കിൽ ആരും ജയിച്ചു, ചില ടാസ്കിൽ ഒന്നിലോ മറ്റോ അനുമോള്, പിന്നെ ഒന്നിൽ നവീൻ ജയിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാത്തിലും ഇതിലൊക്കെ ആയിട്ട് 100 ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ കുറിച്ചിട്ടൊക്കെയാണ് മൊത്തത്തിൽ ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത്. ടാസ്കിനെ കുറിച്ചിട്ടും പിന്നെ എനിക്ക് തോന്നുന്നു എപ്പിസോഡിൻ്റെ മുക്കാഭാഗവും നവീനെ കുറിച്ചിട്ട് ചീത്ത പറയുന്നതൊക്കെയായിരുന്നു. ഷാനവാസിനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബാക്കി തീരുമാനിക്കാം, അങ്ങനെയൊക്കെ. എനിക്ക് മിക്കവാറും ഇന്നത്തെ എപ്പിസോഡിൽ ആര്യൻ എവിക്റ്റ് ആവുന്നൊക്കെയാണ് ഞാൻ പല ഇതും കണ്ടത്. അറിയില്ല സത്യം ഏതാന്നുള്ളത്. അപ്പോൾ ഇത്രയും ഇതായിട്ടും നവീൻ എന്തെങ്കിലും ഒരു ശിക്ഷ എന്തായാലും എപ്പിസോഡിൽ കൊടുക്കും തന്നെ വിചാരിക്കുന്നു. അതെന്താ നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.